നമസ്കാരം. ഒരു കാർ നിർമ്മാണ പ്ലാന്റിൽ നിന്ന് 900 കാർ എഞ്ചിനുകൾ മോഷണം പോവുക അസംഭവ്യം എന്ന് കരുതിയാൽ തെറ്റി. ആന്ധ്രാപ്രദേശിലെ ശ്രീ സത്യസായി ജില്ലയിലെ പേനുകൊണ്ടയ്ക്ക് സമീപമുള്ള കിയ മോട്ടോഴ്സ് നിർമ്മാണ പ്ലാന്റിലാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഞെട്ടിപ്പിക്കുന്ന മോഷണം നടന്നത്. മാർച്ചിൽ നടത്തിയ വർഷാവസാന ഓഡിറ്റിലാണ് 2020 മുതലുള്ള മോഷണം വെളിച്ചത്ത് വന്നത്. ഇതേ തുടർന്ന് മാർച്ച് 19-ന് പേനുകൊണ്ട ഇൻഡസ്ട്രിയൽ പോലീസ് സ്റ്റേഷനിൽ കിയ മോട്ടോഴ്സ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഔദ്യോഗിക പരാതി നൽകി. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഘട്ടം ഘട്ടമായും ആസൂത്രിതമായും 900 കാർ എഞ്ചിനുകൾ മോഷ്ടിച്ചതായി കണ്ടെത്തി. ഇത് തീർച്ചയായും കമ്പനിക്ക് അകത്തു നിന്നുള്ളവർ നടത്തിയ മോഷണമാണ്. കിയ മോട്ടോഴ്സിലെ മുൻ ജീവനക്കാരും നിലവിലെ ജീവനക്കാരും തമ്മിലുള്ള ഒത്തുകളിയോടെ നടന്ന സംഘടിത മോഷണമാണിതെന്ന് സംശയിക്കുന്നുവെന്ന് പേനുകൊണ്ട ഡെപ്യൂട്ടി സൂപ്രണ്ട് വൈ വെങ്കടേശ്വരലു അറിയിച്ചു. കാർ എഞ്ചിനുകൾ തമിഴ്നാട്ടിൽ നിന്ന് പേനുകൊണ്ട് പ്ലാന്റിലേക്ക് കൊണ്ടുവരും വഴി മോഷ്ടിക്കപ്പെട്ടതാണെന്നാണ് പോലീസ് ആദ്യം സംശയിച്ചത്. എന്നാൽ പിന്നീട് പ്ലാന്റിൽ നിന്ന് തന്നെയാണ് മോഷണം നടന്നതെന്ന് തെളിവുകൾ കിട്ടി. എഞ്ചിനുകൾ കാണാതായ വിവരം മറച്ചുവെക്കാൻ ഔദ്യോഗിക രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നും കണ്ടെത്തി. ശ്രീ സത്യസായി ജില്ലാ പോലീസ് സൂപ്രണ്ട് വി രത്ന കിയ മോട്ടോഴ്സ് പ്ലാന്റ് സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തുകയും കമ്പനി രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. സംഭവം അന്വേഷിക്കാൻ 3 പ്രത്യേക ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട്. നിർണായക രേഖകൾ ശേഖരിക്കാൻ ടീമുകൾ രാജ്യമൊട്ടുക്കും സഞ്ചരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. പ്രതികളെന്ന് സംശയിക്കുന്നവരെ കണ്ടെത്താനും ഏത് വിധേനയാണ് മോഷണം നടത്തിയതെന്നും അന്വേഷിച്ചു വരികയാണ്. അതേസമയം മോഷണം തങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ലെന്ന് കിയ മോട്ടോഴ്സ് വിശദീകരിച്ചു. ഒരു വർഷം ഏകദേശം 3 ലക്ഷം മുതൽ 4 ലക്ഷം വരെ വാഹന യൂണിറ്റുകൾ തങ്ങൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. 900 കാർ എഞ്ചിനുകളുടെ മോഷണം ഉൽപ്പാദനത്തെ സാരമായി ബാധിച്ചിട്ടില്ലെന്ന് കമ്പനി വക്താവ് അറിയിച്ചു. പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കമ്പനി വിസമ്മതിച്ചു.